നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത അറിയിക്കൂ. ഭൂമിയിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദവമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥത്തിലുള്ള ഉപനിഷത്ത് ഗുരുവിൻ്റെ സമീപം ഇരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റത്തിൽ നമുക്ക് മാസ്റ്റർ തരുന്ന പ്രാണാഹുതി, മാസ്റ്ററുടെ തന്നെ എസൻസ് ഈ ഉപനിഷത്ത് സാധ്യമാക്കുന്നു. അപ്പം നമ്മൾക്ക് കൂടുതൽ ആഴത്തിൽ അറിയാൻ മാത്രമല്ല, ആ അറിവ് സ്വായത്തമാക്കാനും ആധ്യാത്മികമായിട്ട് നമ്മുടെ ഉയർച്ചയിൽ അത് സഹായിക്കാനും ഈ സാധന നമ്മെ സഹായിക്കുന്നു. ഛാന്തോക്യ ഉപനിഷത്തിലെ ചാപ്റ്റർ 1 ഖണ്ഡം 22 വ്യത്യസ്ത ദേവന്മാരുടെ സ്വഭാവമായ 7 രീതികളിലുള്ള മന്ത്രോച്ചാരണം അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. വിനിർദി സാംനോ വൃണേ വിമിക്തഗനേരുദ്ഗീതോ നിരുക്ത പ്രജാപതേ നിരുക്ത സോമസ്യ മൃദുശ്ലക്ഷണം വായോശ്ലക്ഷണം ബലവിദന്ദ്രസ്യ ക്രൗഞ്ചം ബൃഹസ്പതേരധ്വാന്തം വരുണസ്യ താൻ സർവാനേവോപാഹ സേവേത വാരുണം ത്വേവ വർജയേത്. ഞാൻ മൃഗരൂപിയായ സാമന്റെ ഗർജിക്കുന്ന രൂപമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് അഗ്നിയിൽ നിലനിൽക്കുന്ന ഉദ്ഗീതമാണ്. അവ്യക്ത രൂപം പ്രജാപതിയുടേതാണ്. വ്യക്തം സോമന്റെയാണ്. സുതാര്യവും മൃദുലവും വായുവിൻ്റെയാണ്. മിനുസമാർന്നതും ശക്തവും ഇന്ദ്രന്റെയാണ്. ഭഗം പോലെയുള്ളത് ബൃഹസ്പതിയുടെ, ബഹളമുള്ളത് വരുണന്റെയുമാണ്. ഇതെല്ലാം ഒരുവൻ അനുവർത്തിക്കാം. പക്ഷേ
വരുണന്റേതായുള്ളതൊന്നും ഒരുവൻ അവഗണിക്കരുത്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ യഥാർത്ഥത്തിൽ ഞാൻ എന്നുള്ള ആ എസെൻസിന്റെ എക്സ്പ്രഷൻ ആണ് എന്നുള്ളത് ഛാന്തോഗ്യ ഉപനിഷത്ത് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവ്യക്തം, അൺഡിഫറൻഷിയേറ്റഡ് സ്റ്റേറ്റ്, എല്ലാ പോസിബിലിറ്റീസും ഉൾക്കൊള്ളുന്ന സിംഗുലാരിറ്റി. ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ നിർമ്മാണം നടക്കുന്നത് ഞാൻ എന്നുള്ള ഈ സിംഗുലാരിറ്റിയിൽ നിന്നാണ്. ഞാൻ എന്ന സിംഗുലാരിറ്റി സൂക്ഷ്മ ശരീരത്തിലൂടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം അതിലൂടെ കോൺഷ്യസ്നസ്സിൽ വൈബ്രേഷൻസ് സൃഷ്ടിക്കുന്നു, വൈബ്രേഷൻസ് ആയി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാവണം. ശരിക്കും ഞാൻ തന്നെയാണ് കോൺഷ്യസ്നസ് ആയിട്ട് മാറുന്നത്, ഞാൻ തന്നെയാണ് അതിൽ ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്നത്, ഞാൻ തന്നെയാണ് അതിൽ ഡൂവറായിട്ടുള്ള അഹങ്കാരമായി നിലകൊള്ളുന്നത്. എല്ലാം ഒന്ന് തന്നെ. ഒരു എട്ടുകാലി തൻ്റെ ശരീരത്തിൽ നിന്ന് വലയുണ്ടാക്കുന്നത് പോലെ എന്നൊരു സിമിലുണ്ട്. കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ആ ഒറിജിനൽ സീഡ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്നുള്ള ഈ ഭാവം ചിന്തകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. ഞാനും ചിന്തയും വ്യത്യസ്തമാവും. തോട്ട് ഓഫ് ആയിട്ട് മാറും. ഇപ്പൊ തുടക്കത്തിൽ ആ ഡിഫറൻസ് ഇല്ല. സ്പേസ്, ടൈം, ഡയമെൻഷനും എല്ലാം ഈ സിംഗുലാരിറ്റിയിൽ ഒതുങ്ങി നിൽക്കുക. സിംഗുലാരിറ്റി പ്രകടമാവുമ്പോൾ ഞാൻ പ്രകടമാവുന്നു, സ്പേസ് ടൈം ഡയമെൻഷൻ പ്രകടമാവുന്നു. അപ്പൊ അതിൽ വൈബ്രേഷൻസ്, ഈ സ്പേസിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻസ്, ആ വൈബ്രേഷൻസിലേക്ക് ഈ ഞാൻ ശ്രദ്ധ തിരിക്കുന്നു. അങ്ങനെ അതിന് പല ഭാവങ്ങളും രൂപങ്ങളും എല്ലാം വരുന്നു. എന്നിട്ട് അതിൽ പലതിലും അറ്റാച്ച്ഡ് ആയിട്ട് അതിന് പേഴ്സണാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പേഴ്സണാലിറ്റീസ്, വ്യക്തിത്വങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ശരീരങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിനാണ് നമ്മൾ ഭൗതിക ശരീരങ്ങൾ എന്ന് പറയാം. അതിന് തക്കതായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ ഉള്ള ശരീരങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ 5 എലിമെന്റ്സ്, പഞ്ചഭൂതങ്ങൾ, ഓരോന്നിനും ഓരോ ക്വാളിറ്റീസാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ ക്വാളിറ്റീസിന്റെ എക്സ്പ്രഷനാണ് പഞ്ചഭൂതങ്ങളിലൂടെ മാനിഫെസ്റ്റ് ആവുന്നത്. ഭൂമി എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ, ക്ഷമയുടെയും കണ്ടന്റ്മെന്റിന്റെയും ഫീച്ചേഴ്സാണ്. ഭൂമിയോട് അറ്റാച്ച്ഡ് ആകുമ്പോൾ അവിടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവും. അതാണ് ശരീരത്തിനോടും സൃഷ്ടിയോടുമുള്ള ആഗ്രഹങ്ങൾ. നമ്മളിവിടെ പിടിച്ചു നിർത്തുന്നത് ഈ ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തിൽ നിന്ന് മറികടക്കണമെന്ന് നമ്മൾ കണ്ടന്റ്മെന്റ് തിരിച്ചു കൊണ്ടുവരണം. കാര്യം വളരെ ക്ലിയർ ആണ്. ഡിസയർ ഇല്ലാതെ ജീവിക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളില്ലാതെ മാറും. കാരണം നമ്മൾ എന്തിനെങ്കിലും ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യത്തിന് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സാക്രിഫൈസ് ഭാവത്തിൽ, ത്യാഗഭാവനത്തോടെ ജീവിക്കണം. ഫലേച്ഛ കൂടാതെ ജീവിക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. കാരണം ഫലം ഇച്ഛിക്കേണ്ട കാര്യമില്ല, അത് എൻ്റെ ഉള്ളിൽ നിന്ന് പ്രകടമാവുന്നതാണ്. ഈ കാണുന്ന എക്സ്പീരിയൻസ് എന്നിൽ നിന്ന് പ്രകടമാവുന്നത്. അപ്പൊ അതിന്റെ ഫലം നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് അതിന് സ്ഥൂല രൂപങ്ങൾ വരുന്നത്. ഇതിങ്ങനെ സ്ഥൂലതയില്ല. അതുപോലെ തന്നെ ജലത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ധൈര്യമാണ്, കറേജ്. ഒരു ഡാമില് വെള്ളം കെട്ടി വെച്ച് കഴിഞ്ഞാൽ എന്തൊരു പവറാണ് അതിന്. അതുപോലെ റിഫ്രഷ് അനുഭവം ഉണ്ടാകുന്നു, ഫ്രഷ്നെസ്. അപ്പോൾ വാട്ടർ എലിമെന്റ് ശരിക്കും നോളജ് എത്തിയ ഒരാളുടെ അടുത്തുമ്പോൾ നമുക്കൊരു റിഫ്രഷ്ഡ് ഫീലിംഗ് വരുന്നു, കറേജ് വരുന്നു, മനോധൈര്യം വരുന്നു. അഗ്നിയോ, അഗ്നി പാഷന്റെ സ്വഭാവമാണ്. അതാണ് ഇവിടെ സിംഹത്തെ പോലെ ഗർജിക്കുന്നു എന്ന്. പാഷൻ, ഈ ഭൂമിയിലേക്ക് പാഷൻ തിരിയുമ്പോൾ അത് കാമമായിട്ട് മാറും. അപ്പൊ ആ കാമം ആണ് ഈ മെറ്റീരിയൽ ലൈഫിലുള്ള അറ്റാച്ച്മെന്റ് ഡിസൈഴ്സുമായിട്ട് മാറുന്നത്. അപ്പൊ ഈ കാമത്തെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യം. കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാവുന്നു. ഭഗവാൻ പറയുന്നത് അറ്റാച്ച്മെന്റ് കാരണം ആഗ്രഹം ഉണ്ടാവുന്നു, ആഗ്രഹം നടക്കാതെ ആകുമ്പോൾ ക്രോധം ഉണ്ടാവും. കാമാത് ക്രോധോഭിജായതി. ഈ ക്രോധവും ഈ അഗ്നിയുടെ സ്വഭാവമാണ്. അപ്പൊ അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. എങ്ങനെയാണ്? ക്രോധം നമ്മുടെ ഉള്ളിലുള്ള ഈ ആഗ്രഹങ്ങളെ എടുത്തു കളയാനായിട്ട്, നമ്മളിൽ കറക്ഷൻ കൊണ്ടുവരാനുള്ള ഒരു തത്വമായിട്ട്, അസിമുലേറ്റ് ചെയ്യുന്ന തത്വമായിട്ട് വയ്ക്കും. വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം പാല് കാച്ചി എല്ലാം യോജിപ്പിക്കുക. ഒരു കറി ഉണ്ടാക്കുമ്പോൾ തീയാണ് അതിനെ യോജിപ്പിക്കുക. അതുപോലെ അഗ്നി നമ്മൾ യോജിപ്പിക്കുന്ന ശക്തിയായിട്ട് സ്നേഹമാണ്, സ്നേഹത്തിന്റെ പ്രതീകമാണ്. അപ്പൊ അതെങ്ങനെയാ അങ്ങനെ സംഭവിക്കുക? ഈ പാഷൻ നമ്മൾ
ആ അബ്സല്യൂട്ടിലേക്ക്, യഥാർത്ഥത്തിൽ ഉറവിടത്തിലേക്ക് തിരിച്ചു വിടാം. അപ്പോൾ ഭക്തിയായിട്ട് പരിണമിക്കുന്നു. ഭക്തിയായിട്ട് പരിണമിക്കുന്നതോടുകൂടി നമ്മുടെ യാത്ര ശരിയായിട്ട് ദിശയിൽ പോകും. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ലൈഫിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. ആ ഉയർച്ചയും താഴ്ചയും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ വായു ചക്രത്തിന്റെ മുകളിൽ നമുക്ക് കൺട്രോൾ വരും, നമ്മളതിന്റെ ജ്ഞാനം വരും. അതുകൊണ്ടാണ് ഇവിടെ വായുവിനെ ആ തരത്തിൽ പറയുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ആണ്. പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ വരുന്നത് വായു എലിമെന്റിന്റെ മുകളിൽ റെഗുലേഷൻ ഉണ്ടാകും. അത് സംഭവിക്കുന്നത് മറ്റുള്ള 4 എലിമെന്റ്സ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ്. ആകാശം അടുത്ത എലിമെന്റ്. ആകാശത്തിന്റെ സ്വഭാവം എന്താണ്? ശാന്തത, കാംനെസ്, പീസ്. അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് ഭക്തിയോടുകൂടി ചെയ്യണം. അതോടുകൂടി നമ്മുടെ ഉള്ളിൽ കണ്ടന്റ്മെന്റ് വേണം, ശാന്തത വേണം, നമുക്ക് മനോധൈര്യം വേണം. അതാണ് വരുണന്റെ എലിമെന്റ്. വാട്ടർ എലിമെന്റ് മനോധൈര്യം ഒരിക്കലും കൈവിടരുത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഉയർന്ന തലത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ട്. ഞാൻ നേർവഴിക്ക് ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ഗതി താഴേക്ക് വരില്ല. ഭഗവാൻ പറയുന്നുണ്ട്, നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഒരിക്കലും വിനാശം ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഈ മനോധൈര്യം നമ്മൾ ഒരിക്കലും കൈവിടരുത്. അപ്പൊ ഇതെല്ലാം നമുക്ക് പുറമേ നിന്ന് പ്രവർത്തിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല, വളരെ ഡിഫിക്കൽട്ടാണ്. അങ്ങനെയുള്ള സാധന മാർഗങ്ങളുണ്ട്. സഹജമാർഗം ഇത് വളരെ സഹജമാക്കും. നമ്മൾ ആദ്യം തന്നെ സെന്റേർഡ് ആവണം. അൺഡിഫറൻഷിയേറ്റഡ് സ്റ്റേറ്റ് എന്നിവിടെ പറയുന്നുണ്ട്. അൺഡിഫറൻഷിയേറ്റഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള നോളജ് ഉണ്ടാവും. വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉള്ളിൽ വരും. അതാണ് ഹൃദയത്തിൽ സെന്റേർഡായിട്ട് ജീവിക്കുക എന്ന് നമ്മുടെ ഗുരുനാഥന്മാരെ പറയുന്നു. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും പുറമെയാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ആൻസേഴ്സ് ഹൗ ടു ഡു ഇറ്റ്, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഉള്ളുന്നാണ് തന്നെ. അപ്പൊ നമ്മൾ വിവേകബോധം വരുന്നു. അതാണ് ഇവിടെ ഭഗമായിട്ട് കുറ്റിയായിട്ട് കണക്ട് ചെയ്തിരിക്കും. ബൃഹസ്പതി നോളജ്, യഥാർത്ഥത്തിൽ അറിവ് എന്ന് പറയുമ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി കോൺസെൻട്രേറ്റ് ആണ്. ഞാനൊരു കുട്ടിക്കാലത്ത് ഒരു ശ്ലോകം ഉണ്ട്, എൻ്റെ അച്ഛൻ പറയാറുണ്ട്, കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവച അല്പാഹാരം ജീർണ വസ്ത്രം ഏവം വിദ്യാർത്ഥി ലക്ഷണം. അതിൽ ഭഗധ്യാനം എന്ന് പറയുന്നുണ്ട്. ധ്യാനം, കൊറ്റി മത്സ്യത്തിനെ പിടിക്കാൻ നിൽക്കുന്നത് പോലെ ചെറിയ റിപ്പിൾ ഉണ്ടായി അവിടേക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് വരും. അപ്പൊ അതുപോലെയുള്ളൊരു വിസ്ഡം നമുക്ക് വേണം. എവിടെ പ്രവർത്തിക്കണം, എവിടെ പ്രവർത്തിക്കേണ്ട എന്നുള്ളത് സാധിക്കുന്നു. അത് അല്ലാത്ത സമയത്ത് ശാന്തമായിട്ട്, അടിത്തറ ഫൗണ്ടേഷൻ വളരെ ശാന്തം, പ്രവർത്തിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുകയും ചെയ്യും, അതിലൊന്നും അട്രാക്ഷൻ ഇല്ലാതെ. ഈ തരത്തിലൊരു മാറ്റം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കണക്റ്റഡ് ആവണം. അതിനായിട്ട് സഹജമാർഗ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം കാര്യങ്ങൾ വളരെ ലളിതമാക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.